ഞാൻ എന്റെ കല്യാണത്തിന് പോലെ അപ്പൊ 30 വർഷത്തെ സർവീസിന് ശേഷം അദ്ദേഹത്തിനെ ഒരു കീഴ്മോടും കൂടാതെ വളരെ സന്തോഷവനായി തിരിച്ചേൽപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള സമാധാന സന്തോഷം ഈ വീട്ടിൽ നിന്നാണ് ഇതൊരു ഒഫീഷ്യൽ ചടങ്ങാണ്. കാരണം നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയുടെ റിട്ടയർമെന്റ് ബന്ധപ്പെട്ട് ഒരു താമ്രപത്രം വായിക്കുക എന്നുള്ള ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ച് 2 വാക്ക്. ഞാൻ ഈ സ്റ്റേഷൻ വന്നിട്ട് ഏകദേശം 1 വർഷത്തോളം ആകാറായി. ആ സമയത്താണ് റോയ്സയെ പരിചയപ്പെടുന്നതും കാണുന്നതും എല്ലാം. ഒരു സ്റ്റേഷൻ ഇൻസ്പെക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്വമുള്ള വളരെ സിൻസിയറായിട്ടുള്ള ഒരു ഓഫീസറെ ഒരു SI ഒരു പ്രിൻസിപ്പൽ SI കിട്ടുക എന്നുള്ളത് ഒരു വളരെ ഭാഗ്യമാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പോലെ ഒരു ഓഫീസറെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് എൻ്റെ പകുതി ടെൻഷൻ അല്ലെങ്കിൽ തന്നെ അതിനേക്കാൾ ഏറെ വളരെ സമാധാനപരമായ ആ സ്റ്റേഷൻ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. കാരണം പെറ്റീഷൻ ആയാലും ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളായാലും ഏത് തരത്തിലുള്ള വിഷയങ്ങളായാലും ഈസിലി ഹാൻഡ്ലിംഗ് ആണ്. അതുപോലെ തന്നെ അതിന് മുമ്പും പല സ്റ്റേഷനിലും പല സ്ക്വാഡുകളിലും എസ്ബിയുടെ തന്നെ പല ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ സ്ക്വാഡ് എല്ലാം വളരെ പ്രാവീണ്യമായിട്ടുള്ള സർവീസ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ അടക്കം മെഡലുകൾ നേടി വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പ്രശ്നവുമില്ലാതെ റിട്ടയർ ചെയ്യുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റീസെന്റ് ഉള്ള പ്രശ്നങ്ങളെല്ലാം. എന്ത് വിഷയം വന്നാലും പോലീസിനെ എപ്പോഴും കരുവാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രശ്നം കൂടാതെ എല്ലാ രീതിയിലും സന്തോഷമായി റിട്ടയർ ചെയ്യുക എന്നുള്ള ഒരു വളരെ വലിയ കാര്യമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ റിട്ടയർമെന്റ് ലൈഫ് വളരെ ഹാപ്പിയാണ്. കാരണം ഒരു പ്രശ്നമില്ലാതെ സർവീസ് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു താമ്രപത്രയുടെ വായിക്കാം. ഇരുപത്തെട്ട് വർഷത്തെ സുദീർഘമായ സേവനം പോലീസ് വകുപ്പിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് സർവീസിൽ നിന്നും വിരമിക്കുന്ന താങ്കളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയുള്ള ഒരു ഭാവി ജീവിതം താങ്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് പോലീസ് വകുപ്പിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ വകുപ്പിലെ ഏതൊരു ഉദ്യോഗസ്ഥന്റെയും അധികാര പരിധിയിൽപ്പെട്ട ന്യായമായ ഏത് സഹായത്തിനും എന്നെ സമീപിക്കുന്നതിനും താങ്കൾ വൈമുഖ്യം കാണിക്കേണ്ടതില്ല. താങ്കളുടെ പെൻഷൻ കാര്യത്തിലും ഓഫീസ് സംബന്ധമായ ഏത് കാര്യത്തിലും തടസ്സം നേരിടുകയാണെങ്കിൽ ഏതവസരത്തിലും എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാവുന്നതാണ്. താങ്കൾക്ക് ഈ അവസരത്തിൽ ഞാൻ സർവ്വവിധ സൗഭാഗ്യങ്ങളും ആയുരാരോഗ്യ സമ്പദ് സമൃദ്ധിയും നേരുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ അത് വായിച്ചത്. സോ ഒരിക്കൽ കൂടി റോയ്സയ്ക്ക് എൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് നടത്തും. നമസ്കാരം.
ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ ഉറമുള്ള പൂവിരുന്നു അതിലായിരമാശകളാൽ ഒരു പൊൻവലേ തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ ഉടമുള്ള പൂവിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവലേ തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു നാടുവാൻ ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുള്ള പൂവിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവലേ തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ பாவை கொண்டாடோ எழுதி போடுட்டா அதுல வந்தனா புச்சி இதுல வந்தனா புச்சி என்ன பாவை கொண்டாடோ எழுதி போடுட்டா தாரே 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 புள்ளு கண்ணலி போடும் மாலின கரகு தொட்டு கண்ணலி போடும் மாலின கரகு புள்ளு கண்ணலி போடும் மாலின கரகு தொட்டு கண்ணலி போடும் மாலின கரகு ఓళ్ళులర మానినంగర విరజి పెట్టదుండుగయే మానినంగర ఓళ్ళులర మానినంగర పెట్టదుండుగయే మామలదుండ என்ன கொண்டா மஞ்சள் கொண்டா மானினங்கரக்கு என்ன கொண்டா மஞ்சள் கொண்டா சுகுட்டினங்கரக்கு என்ன கொண்டா மஞ்சள் கொண்டா மானினங்கரக்கு என்ன கொண்டா மஞ்சள் கொண்டா சுகுட்டினங்கரக்கு மானினங்கர காட்டி குமரினங்கர குமரினங்கர காட்டி மாமினங்கர മാംഗിടം രാസകേളി തടാകം ആക്രമം അപരസം തണത്തിൽ ഇന്നാണ് നിൻ സംഗമം കണ്ണിന്റെ നാമം ചന്ദനം കേടുമിന്നും നീരാളകൾ മുഴുതുമേർക്കിன்றേ മുഴുതുമേർക്കിன்றേ